ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ജഡ്ജി അറിഞ്ഞില്ലെങ്കിൽ നീതി നടപ്പാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ. രാജാവ് മഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടത്. മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല ജഡ്ജസ് മറുപടി പറയാത്തത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞാൻ നിങ്ങളിലേക്ക് വരുന്നു. കാരണവർ വധക്കേസ് എന്ന് പറയുന്ന വളരെ ഒരു വലിയ കൊലക്കേസ് നമ്മൾ എല്ലാം കേട്ടിട്ടുള്ളതാണ്. അത് മരുമകൾ അമ്മായിയച്ഛനെ ക്രൂരമായി കൊലപ്പെടുത്തിച്ചു എന്നുള്ളതാണ് ഉള്ള ഒരു സംഭവമായിട്ടുള്ള കേസാണ്. അതിൽ ഷെറിൻ എന്ന് പറയുന്ന മരുമകളാണ് മുഖ്യപ്രതി ആ കേസിൽ. പെർപെട്രേറ്റർ എന്ന് നമുക്ക് പറയാം. കാരണം ആ എല്ലാം ഇത് ഒക്കെ ചെയ്യിപ്പിച്ച ആള്, കൂടെ നിന്ന് എല്ലാ സഹായം ചെയ്തു കൊടുത്ത് ചെയ്യിപ്പിച്ച ആള് മാത്രമല്ല, അതൊരു മോറൽ ബാക്ക്വേർഡ്നെസ് കൊണ്ട്, അതായത് അവരുടെ ഒരു അസാൻമാർഗികമായിട്ടുള്ള പ്രവൃത്തികളുടെ ഒരു പ്രതിഫലനമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കൂടെ തെളിഞ്ഞാണ്. അവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കൊടുത്തു. അപ്പോൾ ഷെറിൻ ജയിലുകളിൽ കിടക്കുമ്പോൾ ഷെറിന് നല്ല ചരിത്രമുണ്ട് ജയിലുകളിൽ. ആദ്യം വിയൂർ പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്നു തിരുവനന്തപുരത്ത്. അവിടെ കിടന്നിട്ട് അവിടെ ജയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, വഴക്കുണ്ടാക്കി, ബത്തപ്പാടായി, പറഞ്ഞാൽ കേൾക്കാതായി, ഇതുപോലൊക്കെ ആയി, ശല്യമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു നിവൃത്തിയില്ലാതെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. വിയൂർ സെൻട്രൽ ജയിലിൽ ചെന്നപ്പോഴോ സഹതടവുകാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ജയിലർമാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ജയിലിലുള്ള ഉദ്യോഗസ്ഥരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പറഞ്ഞാൽ കേൾക്കുന്നില്ല, ബുദ്ധിമുട്ട്, അടി, വഴക്ക്, തെറിവിളി, ഇങ്ങനെയൊക്കെ ഉള്ളതായി. അപ്പോൾ അതായി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു നിവൃത്തിയില്ലാതെ അവസാനം നേരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അവിടെ സ്ത്രീകളുടെ വനിതാ ജയിലിലേക്കാണ് മാറ്റിയത്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ എന്താണെന്നറിയോ, നമ്മുടെ സർക്കാരിന് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായി. പെട്ടെന്ന് ഈ സ്ത്രീയെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടു. 14 വർഷം കഴിഞ്ഞു. 2023 ആയപ്പോൾ ഇവർ ആദ്യം റിമാൻഡിൽ കിടന്ന പീരീഡും CRPC 428 വകുപ്പ് അനുസരിച്ച് അത് ശിക്ഷയുടെ കാലാവധിയായിട്ട് പരിഗണിക്കും. അങ്ങനെ ശിക്ഷയിൽ നിന്ന് തട്ടിക്കഴിക്കാം. അങ്ങനെ തട്ടിക്കഴിച്ചത് കാരണം അവർക്ക് അവിടെയും രക്ഷയായി. കാര്യം 2023 അവസാനമായപ്പോൾ, നവംബർ ആയപ്പോൾ ഇവർക്ക് ഏതാണ്ട് കണക്കിന് അനുസരിച്ച് 14 വർഷം തികഞ്ഞു. ഇമ്മീഡിയറ്റ്ലി അതിലുമൊക്കെ കൂടുതൽ ശിക്ഷ അനുഭവിച്ച് കിടക്കുന്ന ആളുകൾ അവിടെ ഉണ്ട്. ഒരു കുഴപ്പമുണ്ടാകാതെ അവിടെ കിടക്കുന്നവരുണ്ട്. അവർക്ക് ബ്ലാക്ക് മാർക്ക് ഒന്നും ഇല്ല. ഇവരെ നല്ല നടപ്പാണ്, നല്ല ജയിലിൽ നല്ല നടപ്പാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നല്ല നടപ്പ്. അതായത് നിവൃത്തിയില്ലാതെ 3 ജയിലുകൾ മാറ്റിയ കക്ഷിയാണ് നല്ല നടപ്പ്. അവസാനം ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു, അത് ഇവരെ ഉടനെ വിടണം. ഇതുവരെ ഗവൺമെന്റ് ഓർഡർ പുറത്തു വന്നിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. വന്നിരുന്നെങ്കിൽ ഇപ്പൊ ഇറങ്ങിപ്പോയനെ. ഓർഡർ പുറത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ്. ഇനി ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താ, ഒരു ഫോറിൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരു യുവതി ജയിലിൽ വന്നു. വന്നു കഴിഞ്ഞപ്പോൾ എന്താ, രാവിലെ ഈ സ്ത്രീയും വേറൊരു സ്ത്രീയും കൂടെ ചേർന്നുകൊണ്ട് അവരെ തെറി പറയുകയും അസഭ്യം പറയുകയും പിടിച്ചു തല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്തു. അസാൾട്ടിന് കേസ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവരുടെ പേർക്ക് നല്ല നടപ്പാണ്. അപ്പൊ ഈ ഷെറിൻ ഇപ്പോഴും നന്നായിട്ടുണ്ട് എന്നാണോ ഇവരുടെ ബോധ്യം എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും അത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മാർഗങ്ങളാണുള്ള. ഒന്ന്, ഗവൺമെന്റ് ഒരു ഓർഡർ പാസ്സാക്കി കഴിഞ്ഞാൽ ഗവൺമെന്റ് അത് റിവ്യൂ ചെയ്യാനുള്ള കഴിവില്ല, പവറില്ല. ഒരു ഗവൺമെന്റ് ഓർഡർ പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റിവ്യൂ ചെയ്യാനുള്ള കഴിവില്ല. ഇതൊരു തീരുമാനം മാത്രമേ ഉള്ളൂ എങ്കിൽ അത് വേണമെങ്കിൽ പോലീസ് പരിശോധിക്കാം. തീരുമാനമല്ലോ, ഓർഡർ ആയിട്ടില്ലല്ലോ, വേണ്ട, അവിടെ വെച്ചേരെ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മാത്രമല്ല, സാധാരണഗതിയിൽ ഈ ആദ്യത്തെ ബോർഡിലൊന്നും ഇതൊന്നും പരിഗണിക്കാറില്ല. ഒരു 6 മാസമെങ്കിലും കഴിഞ്ഞുള്ള രണ്ടാമത്തെ ബോർഡിലേക്ക് ഇത് വന്നാൽ പോലും പരിഗണിക്കുള്ളൂ. അതായത് റിമിഷൻ കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻ. ഇത് ഷെറിനല്ലേ പ്രതി. ബാക്കി ഞാൻ പറയുന്നില്ല എന്താ കാര്യങ്ങൾ എന്നൊക്കെ. ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരുപാട് പേര് അതിനെക്കുറിച്ച് വളരെ
മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സഹതടവുകാരികളുടെ അതിനെ സംബന്ധിച്ചുള്ള വീഡിയോകളും ഇന്റർവ്യൂകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ഇവര് ഈ ജയിൽ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സ്വാധീനിക്കുന്നത് ഏത് വിധത്തിലാണ് എന്ന് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും അവർക്ക് മറ്റ് സ്ത്രീകൾക്ക് എന്താ ഇത് കിട്ടാത്തതെന്ന് ചോദിച്ചാൽ ഇവർക്കുള്ള കഴിവ് അവർക്കില്ല എന്ന് കണക്കാക്കിയാൽ മതി, ഇവരുടെ സൗന്ദര്യം അവർക്കില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് നമ്മുടെ സർക്കാരിന്റെ ഉത്തരവ് വന്നേക്കുന്നത്. അതേതായാലും എൻ്റെ അഭിപ്രായത്തിൽ പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ്. ഇവർക്ക് എന്ത് മാനസാന്തരം വന്നെന്നാണ് പറയുന്നത്. ഇവരെ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എത്രയാണ് എന്താണ് എന്നുള്ളത് നമ്മൾ പല സ്ത്രീകളെയും കണ്ടിട്ടുണ്ടല്ലോ. അതിൻ്റെയൊക്കെ അപ്പുറത്തതായിരിക്കും ഈ പോകുന്നത് എന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇവർക്ക് മാനസാന്തരം വന്നു എന്ന് ഉള്ള കാഴ്ചപ്പാട് ഗവൺമെന്റിൻ്റെത് ശരിയല്ല എന്ന് തന്നെയാണ് ഈ സംഭവം വെളിവാക്കുന്നത്. കാരണം ജയിലിൽ ഇപ്പോഴും അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് മാനസാന്തരം വന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് റിഫോമേഷൻ ആയി, ആ രീതിയിലാണ് അവർ റിഫോം ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഞാൻ കാണുന്നില്ല. തെറ്റായ തീരുമാനമാണ്. കാരണം അവര് ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ ലൈഫാണ്, ജീവിതം തന്നെയാണ്. അപ്പോൾ ജീവിതാന്ത്യമാണ് ജീവപര്യന്തം. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവരെ ഇപ്പോൾ എന്നും ജയിലിലുണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ല, കുറച്ചുകൂടെ കഴിയട്ടെ, അത് മതി. അത് കഴിഞ്ഞതിന് ശേഷം വെളിയിലോട്ട് പോയിക്കോട്ടെ. അല്ലെങ്കിൽ ഇതേ ഉണ്ടല്ലോ ഈ കൊടുക്കുന്ന ഇതേ കാഴ്ചപ്പാട് ഗവൺമെന്റിന് എല്ലാവരുടെ അടുത്തും കാണിക്കണം. അതുകൂടെ ചെയ്യണ്ടേ. അത് ചെയ്യാത്തപ്പോൾ യഥാർത്ഥത്തിൽ ഇക്വാളിറ്റി, ഭരണഘടനയെ അനുശാസിക്കുന്ന ഇക്വാളിറ്റി ആ മറ്റ് സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട് ഇല്ല. ഇവർക്ക് എന്താ പ്രത്യേകത? ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം നടത്തിച്ച ഇവർക്ക് ഈ ശിക്ഷയിൽ നിന്ന് അവർക്ക് ഒഴിവ് കൊടുക്കണമെങ്കിൽ ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മതിയാക്കി കൊടുക്കണം, പെർമിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന് കാരണം? മാനസാന്തരം. ഈ മാനസാന്തരം നമ്മൾ കാണുന്നത് ഈ 3 ജയിൽ മാറ്റപ്പെട്ട ഇവർക്ക് മാനസാന്തരം ഉണ്ടെന്ന് ആര് പറയുന്നു? ആരുടെ ഏത് റിപ്പോർട്ട്? ഈ ജയിൽ അഡ്വൈസറി കമ്മിറ്റി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരു നോക്കുബുദ്ധിയായിട്ട് മാറിയല്ലേ ഈ സ്ത്രീക്ക് ഇതിനു വേണ്ടി റിമിഷൻ കൊടുക്കാനുള്ള റെക്കമെൻഡേഷൻ. അത് ഒരു കാരണവശാലും പാടില്ല. തെറ്റായ തീരുമാനമാണ്. കുറെ കഴിയട്ടെ. കാരണം ഇവർ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് അത്രത്തോളം കാഠിന്യമുള്ളതാണ്. ഒരു ദയ അർഹിക്കുന്ന പ്രവൃത്തിയല്ല. അങ്ങനെയുള്ളപ്പോൾ ഇവർക്ക് മാനസാന്തരം വന്നു എന്നുള്ള ഈ കാഴ്ചപ്പാട് തെറ്റാണ്. അത് തിരുത്തപ്പെടേണ്ടതാണ്.